എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞേ, നിനക്കിഷ്ടമുള്ള വീഡിയോസ് നീ ഇടുന്നതിനേക്കാളും നിന്നെ കാണുന്ന ആളുകളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വീഡിയോ ഇട്, അപ്പോൾ കുറച്ചുകൂടെ റീച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ എടുത്തിരുന്നത് കേട്ടോ. അല്ലാതെ ഈ കുടുംബ വഴക്കും പ്രശ്നങ്ങളൊന്നും പറയാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം യൂട്യൂബിൽ കത്തിക്കയറി നിൽക്കുന്ന ഒരു സംഭവ ബഹുലമായുള്ള വിഷയം മറ്റേ അഹാന കൃഷ്ണയും അതേപോലെ തൻവിയും തമ്മിലുള്ള ഒരു ക്ലാഷ് ആണല്ലേ. എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇവരുടെ കുടുംബത്തിലുള്ള പ്രശ്നം അതൊരു പോസ്റ്റായി പുറത്തോട്ട് വരികയും ഇവർ കുറച്ചുകൂടെ ഒരു ഫേമസ് ആയതുകൊണ്ട് ആദ്യം തന്നെ അഹാനൻ്റെ ഒരു എന്താ പറയുക റെസ്പോൺസ് വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. കാരണം അത്യാവശ്യം റീച്ചുള്ള വിഷയം അഹാനൻ്റെ ആണേ. ഇവർ തൻവീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഹാനക്ക് കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടുതലാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ അഹാനൻ്റെ വീഡിയോ കുറച്ചുകൂടി പബ്ലിക്കിലോട്ട് എത്തുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആരാ ഈ തൻവി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ നോക്കി, എന്താ ഈ പെണ്ണെന്താ ഈ പറയുന്നത് വിചാരിച്ചിട്ട് ഈ അഹാനേൻ്റെ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കണ്ട സമയത്ത് അഹാനയെ കുറിച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു പഴയ ധാരണ ഞാൻ പറയാം. അതായത് ആൾ കുറച്ചുകൂടി മെച്ചുവേർഡാണ്. ഈ കൃഷ്ണകുമാർ സാറിൻ്റെ വീട്ടിലെ ഏറ്റവും മെച്യൂരിറ്റിയോട് കൂടിയിട്ടും ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ അഹാനക്കാണ് എന്നുള്ള ഒരു തോട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അഹാന ചെയ്യുന്ന എല്ലാ വീഡിയോസും ഭയങ്കര ക്ലാരിറ്റിയോട് കൂടിയിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. ആൻഡ് ഫസ്റ്റ് ഞാൻ കണ്ട വീഡിയോ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു അഹാനൻ്റെ സൈഡിൽ തന്നെയാണ് ശരി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ തൻവി ആരാണ്, എന്താണ് തൻവിയും ഈ അഹാനയും തമ്മിലുള്ള പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് തൻവിയുടെ വീഡിയോസ് കണ്ടു ആൻഡ് അഹാനേൻ്റെ വീഡിയോസ് കണ്ടു. ഇങ്ങനെ ഇവരുള്ള മറുപടിയൊക്കെ കണ്ടു. കൃഷ്ണകുമാർ സാറിൻ്റെ ഇത് സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടു. അപ്പോൾ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഇതിൽ നിങ്ങൾ അഹാനേൻ്റെ സൈഡിലാണെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ തൻവിയുടേതൊക്കെ ആണെങ്കിൽ ഒരു ലൈക്ക് ആയിട്ടോ ഒക്കെ എന്നോട് അറിയിക്കുക. കാരണം എനിക്ക് ലൈക്ക് കമൻറ്റൊക്കെ കൂടട്ടേന്ന്. ഓക്കെ ഇതൊക്കെ അപ്പോൾ വിഷയം ഇതൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ചളവളാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കരി വാരി തേക്കുമ്പോൾ, എക്സ്പെഷ്യലി ഒരു കുടുംബത്തിലുള്ളവർ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ചളി വാരി തേക്കുമ്പോൾ അത് ഭയങ്കര മോശമല്ലേ. മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതറിഞ്ഞിട്ടും തൻവിയാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. അതായത് തൻവി ആദ്യം ഒരു പോസ്റ്റ് ഇടുന്നു, അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ല, അപ്പൂപ്പ മരിച്ചതിന് ശേഷം അമ്മൂമ്മ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള അമ്മൂമ്മയുടെ വിഷമങ്ങൾ തൻവി ഇടുന്നു. ആൻഡ് അഹാന പറയുന്നു അത് മനഃപൂർവ്വം അഹാനയുടെ ഫാമിലിൻ്റെ, അതായത് സിന്ധുകൃഷ്ണയുടെ അമ്മയാണ് ഈ അമ്മൂമ്മ. അപ്പോൾ ഈ അമ്മയെ മോശമായി ചിത്രീകരിക്കാനും തൻ്റെ കുടുംബത്തെ മോശമായി ചിത്രീകരിക്കാനും വേണ്ടിയിട്ടാണ് തൻവി ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഇട്ടത് എന്ന് പറയുന്നു. ആൻഡ് അഹാനേൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അഹാനയും അമ്മൂമ്മയും അല്ലെങ്കിൽ അഹാനൻ്റെ ഫാമിലിയും അമ്മൂമ്മയും അല്ലെങ്കിൽ ഈ തൻവിയുടെ അമ്മയും ഒക്കെ ആയിട്ട് ഈ അമ്മൂമ്മയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമുക്കറിയാം ഈ വയസ്സായ ആളുകൾ പൊതുവേ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ കുറച്ചൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ പറയാം. ചില വയസ്സായ അച്ഛന്മാർ അമ്മമാർ അവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അവരെ നാട്ടിൽ നിന്ന് നോക്കുന്നവരെക്കാൾ അവർക്കിഷ്ടമുണ്ടാവുക അവരുടെ വിദേശത്തുള്ള വല്ലപ്പോഴും വരുമ്പോൾ കുറച്ച് മിഠായി സോപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന മക്കളോടൊരു ഇഷ്ടമുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് അമ്മൂമ്മയായിരിക്കും തൻവിയുടെ അല്ലെങ്കിൽ അഹാനേൻ്റെ ഒക്കെ അമ്മൂമ്മ എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് റിലേറ്റ് ചെയ്തൊരു സംഭവം. ഒട്ടുമിക്ക മലയാളികൾക്കും അത് തന്നെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. കമൻറ്റ് സെക്ഷനിൽ നോക്കിയപ്പോഴും അത്തരത്തിലുള്ള കമൻറ്റുകളായിരുന്നു ഒരുപാടുണ്ടായിരുന്നത്, അഹാനെ സപ്പോർട്ട് ചെയ്ത് അമ്മൂമ്മയെ കുറ്റം പറഞ്ഞിട്ടൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ ഈ തൻവിൻ്റെയും അഹാനേൻ്റെയും കുറേ വീഡിയോസ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ വയസ്സായവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം നമുക്കത് ഒരു മടുപ്പും കാര്യങ്ങളും അപ്പം നമ്മൾ അവരോട് പറയെങ്കിലും പിന്നെ നമ്മൾ അവർ കാര്യങ്ങളങ്ങ് മറക്കും. അപ്പോൾ അങ്ങനെ വിട്ട് പോകും. പൊതുവേ പ്രായമായവരോടുള്ള നമ്മളൊരു അപ്രോച്ച് അങ്ങനെ ആയിരിക്കും. പൊതുവേ എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവർ പല രീതിക്ക് നമ്മളെ ചൊറിയും. ഈ അമ്മമാരൊക്കെ പ്രത്യേകിച്ച് കേട്ടോ, അവർക്ക് ഈ മെനോപോസിൻ്റെ ശേഷം അല്ലെങ്കിൽ അവർക്ക് വയസ്സാവുമ്പോൾ അവർക്ക് കെയർ കിട്ടാൻ അറ്റൻഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അവർ പല സ്വഭാവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളും നാളെ പ്രായമാകുമ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. എല്ലാവരും അല്ല കേട്ടോ. എങ്കിലും ഇങ്ങനെ ഉള്ളവർക്ക് അവരുടേതായുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതായിരിക്കും ആ അമ്മൂമ്മേൻ്റെ ഒരു ബിഹേവിയർ.
ചേഞ്ച് ചെയ്യേണ്ടത് തന്നെയാണ്. പ്രായമായവരെ വെച്ചിട്ട് ഏത് മോശമായ രീതിക്ക് പെരുമാറുന്നതിനെ അനുകൂലിക്കാനൊന്നും അത്ര വിശാലതയുള്ള ആളുകളൊന്നും അല്ല നമ്മളാരും. ജീവിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, അവരെ കൂടെ അത്തരത്തിൽ സ്വഭാവമുള്ളവരെ കൂടെ ജീവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട്, ഇത്രയും എന്താ പറയുക, സിന്ധു കൃഷ്ണനെ മുന്നേ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീട്ടിലും ഒരു അമ്മു വേണമെന്നല്ലേ. അതായത് അത്രയും കെയറിങ് ആയിട്ടുള്ള, മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ചിന്തിക്കുന്ന ഹാനെ കൃഷ്ണയുടെ സൈഡിൽ നിന്ന് അമ്മൂമ്മയ്ക്ക് കൊടുത്ത മറുപടി, ഇനിയിപ്പോൾ എത്ര ദേഷ്യം ഉണ്ടായിക്കോട്ടെ, എത്ര പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അത്രയും മോശമായിട്ട് അമ്മൂമ്മയെ വിളിച്ചത് എനിക്ക് അനുകൂലിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് കാണുമ്പോൾ അതിൽ പല ഓഡിയോസും അമ്മൂമ്മ പറയുന്ന വിഷമം പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു സംഭവം തോന്നില്ലേ, എന്താണ് ഹാനയുടെ സൈഡിൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ആൻഡ് ഇതിപ്പോൾ എല്ലാവരുടെ ഇപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ അവരവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരവർ കറക്റ്റാണ്. ഇപ്പോൾ ഹാന കൃഷ്ണൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അമ്മൂമ്മ കുറച്ച് എന്താ പറയുക, കുറച്ച് പ്രശ്നക്കാരിയാണ്. ആൻഡ് ആ അമ്മൂമ്മയുടെ ചില സംഭവങ്ങൾ കാരണം ഹാനക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഹാന അതിന് കൊടുക്കുന്ന മറുപടിയും അമ്മൂമ്മയുടെ അതേ ടോണിലാണ് എന്നതാണ് ഏറ്റവും വിഷമകരം. അതായത് ഇപ്പോൾ ഇപ്പോൾ അമ്മൂമ്മമാരൊക്കെ നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ അതേ ടോണിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി അങ്ങോട്ട് തിരിച്ചവർക്ക് കൊടുത്ത് അവരെങ്ങനെ അടിച്ചമർത്താൻ, ഞാനൊരു സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് അവരുടെ അമ്മയാണ് അല്ലേ, സിന്ധു കൃഷ്ണയുടെ അമ്മയാണ്. ആ അമ്മയ്ക്ക് ഏറ്റവും മോശമായിട്ട് നമ്മളെ ക്ലോസ് ആയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും മോശമായുള്ള സ്വഭാവമൊക്കെ കാണിക്കും അല്ലേ. അതുപോലെ തന്നെ ആയിരിക്കും സ്വന്തം മക്കളടുത്തല്ലേ അവർക്ക് അവരുടെ ഈർഷ്യയും ചെന്നിത്തരങ്ങളും ഒക്കെ പുറത്ത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടേതായുള്ളൊരു സ്വഭാവം കാണിച്ചതായിരിക്കാം. ആൻഡ് ഈ തൻവിയോട് അമ്മൂമ്മയ്ക്കുള്ള ഒരു ഇഷ്ടം അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ തൻവിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അച്ഛനില്ല, ആൻഡ് അമ്മ ഇല്ല. അപ്പോൾ അവരായിട്ട് അതിലൊക്കെ സെപ്പറേറ്റ് ആയി അവരവരുടെ ലോകത്തോട്ട് പോയി. ഈ ഒരു അമ്മൂമ്മയും അപ്പൂപ്പനുമാണ് ഈ തൻവിയെ നോക്കിയതും വളർത്തിയതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം ഓട്ടോമാറ്റിക്കലി തൻവീൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും. ആൻഡ് തൻവിയുടെ ലൈഫ് നമുക്കറിയാം, വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടികൾ അവരുടേതായുള്ള രോഗം, മെഡിക്കൽ ഇഷ്യൂസ്, അങ്ങനത്തെ കുറേ ആയിട്ട് തൻവി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക കറക്റ്റായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ അപ്പത്തെ ഒരു ഇമോഷൻ്റെ പുറത്ത് തൻവി എടുത്തൊരു വീഡിയോ ആവാം. അപ്പോൾ ഇത് സത്യത്തിൽ ആദ്യം എടുത്ത വീഡിയോ ആവുമെന്നാണ് പ്രശ്നം തുടങ്ങിയതെങ്കിലും ഇവരെന്ത് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ചിന്തിച്ച് ഫാമിലി ആയിട്ട് ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. പരസ്പരം ഇങ്ങനെ പറയില്ലേ, പണ്ടുള്ള ആൾക്കാർ മലന്ന് കിടന്ന് തുപ്പ് അറിയില്ലേ, തിരിച്ച് നമ്മളെ മുകളിലോട്ട് തന്നെ വരും. അതുപോലെ ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഒരു ഭയങ്കര ബോറായിപ്പോയി. ഓൾറെഡി ഇപ്പോൾ ഈ ദിയാകൃഷ്ണ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദിയേൻ്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ ഇഷ്യൂ, അങ്ങനെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നം കൊണ്ട് ഇവർ ഓൾറെഡി എയറിലായിരുന്നു അല്ലേ. പിന്നെ ആ ചെറിയ മോളെ എക്സ്ക്ലൂസീവ് വീഡിയോസിൻ്റെ, സബ്സ്ക്രിപ്ഷൻ വീഡിയോസിൻ്റെ ഒക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ദിനം പ്രതി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് ഇവർക്കിതൊരു വിഷയം ഉണ്ടായിരിക്കില്ല, ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒക്കെ ശരി തന്നെയാണ്. ഇവർക്ക് അതുമല്ല, ഇവരെ പോലുള്ള ആളുകളുടെ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്ന് വെച്ചാൽ, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഇവരിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് വ്യൂസും വരുമാനവും കാര്യങ്ങളും വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു കത്തി നിൽക്കുന്ന ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഫിലിം എന്നെ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ ഇവരുടെ വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ പോലെ. അപ്പോൾ അത് അവർക്കൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് വരിക. ഇനിയിപ്പോൾ എന്താ പറയുക, കുറച്ച് കലക്കി മീൻ പിടിക്കാറില്ല, വെള്ളം കലക്കി മീൻ പിടിക്കുന്ന അതുപോലെ ഇവരിപ്പോൾ മോശമായിട്ട് വരികയാണെങ്കിലും ഇവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. ഇത് കണ്ട് ഇതിൻ്റെതായ കമൻ്റ് ഇട്ട് ഇവരുടെ കുടുംബ പ്രശ്നത്തിൽ ഹാന കൃഷ്ണ മോശം, അല്ലെങ്കിൽ തൻവി മോശം, അമ്മൂമ്മൻ്റെ സ്വഭാവം ശരിയാക്കണം, അല്ലെങ്കിൽ ദിയാകൃഷ്ണൻ്റെ സ്വഭാവം ശരിയാക്കണം, സിന്ധു കൃഷ്ണൻ ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുമ്പോൾ നമ്മളെ സമയമാണ് പോകുന്നത്. പിന്നെ എന്നെ പോലെ വീഡിയോസ് എടുക്കുന്നവർക്ക് അവർക്ക് അതിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ആരാൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഇതൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ആരാൻ്റെ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ കമൻറ്റ് ഇട്ട് നാളെ ചിലപ്പോൾ അവർ പാച്ചപ്പ് ആവും. അവർക്ക് ഇതിലൂടെ വൈറലായി തൻവീൻ്റെ ഒക്കെ ചാനൽ ഇപ്പോൾ അത്യാവശ്യം ഗ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഒറ്റ വിഷയം കൊണ്ട് തൻവീൻ്റെ ചാനൽ അങ്ങ് കത്തിപ്പടർന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിങ്ങനെ അനാവശ്യ കാര്യങ്ങളിലൊന്നും നോക്കാതെ കുറച്ചുകൂടെ നല്ല നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസിലൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടായിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ വീഡിയോ എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ,
നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെയാണ് ഇവർ കാണുന്ന വിഷയമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് ഉപദേശിച്ചേക്കാന്ന്. എൻ്റെ ഉപദേശത്തിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഇതുപോലത്തെ കോൺട്രവേഴ്സികളൊക്കെ ആണെന്നാണ് AI എൻ്റെ അടുത്ത് ഉപദേശിച്ചത്. അപ്പം നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത് മക്കളെ ഇതൊന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇവിടെ കമൻറ്റ് ഇട്ടിട്ടോ ആര് നല്ലത് ആര് ചീത്തത് എന്ന് വില എഴുതിയിട്ടോ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. നമ്മൾ നമ്മുടേതായുള്ള ജീവിതവുമായി മുന്നോട്ട് പോവുക, നമ്മളെ ജീവിതത്തിൽ മാക്സിമം സന്തോഷം കണ്ടെത്താൻ നോക്കുക. ഇത്തരത്തിലുള്ള പിന്നെ കച്ചറ സാധനങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെയും ബാധിക്കും അല്ലേ? നമ്മളടുത്ത് ഒരാൾ മോശമായിട്ട് പെരുമാറുമ്പോൾ നമ്മളും എന്നാൽ ഞാൻ ഇന്ന് അഹാന കൃഷ്ണയെ പോലെ അമ്മൂമ്മയെ കയറി തെളിവിരിക്കാം അങ്ങനെ അറിയാതെ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കിതിൽ ഇഷ്ടപ്പെട്ട ആളുകളെ സ്വാധീനിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കണ്ട് വെറുതെ അവരെ വൈറലാക്കുന്നതിന് നേരം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ള വീഡിയോസൊക്കെ കാണാം. എങ്ങനെ? അപ്പം ശരി, ഞാൻ നിർത്താം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.